അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മനോഹരമായ ഒരു 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 കഥ വായിച്ചു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അദ്ദേഹം കൂഫയുടെ പട്ടണത്തിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഏഹ്, അങ്ങാടിയിൽ നല്ല ബഹളത്തിൻ്റെയും തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ഒരാൾ അവിടെ ഒരു സംഗീത കച്ചേരി നടക്കുന്നുണ്ട്. ഒരാൾ നന്നായിട്ട് പാട്ട് പാടി അങ്ങനെ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിച്ച് ചെണ്ടയും ഇതൊക്കെ മുട്ടി അദ്ദേഹം ഇങ്ങനെ സമൂഹ മധ്യത്തിൽ നിന്ന് പാടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ആ മനോഹരമായ ശബ്ദം അത് ഖുർആൻ കൊണ്ട് അലങ്കരിച്ചിരുന്നുവെങ്കിൽ, അതായത് ഖുർആൻ ഓതുന്ന വിശുദ്ധ ഖുർആനിനെ അദ്ദേഹം അങ്ങനെ ആ ശബ്ദം ഉപയോഗിച്ച് പാരായണം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കാതിലിതെത്തി. അദ്ദേഹം ചോദിച്ചു, ആരാണ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ സ്വഹാബി അറിയുന്ന ആളുകൾ പറഞ്ഞു, ഹാദ സാഹിബ് റസൂലില്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. അദ്ദേഹം വല്ലാതെ ചിന്തിച്ചു. അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ അദ്ദേഹം വല്ലാതെ ചിന്തിച്ചു. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അരികിൽ വന്ന് ഒരു പക്ഷാതാപത്തിൻ്റെ തൗബയുടെ മനസ്സുമായി വന്ന് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ എങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കും? അള്ളാഹുവിലേക്ക് തൗബയുടെ മനസ്സുമായി വന്ന ഒരാളെ എനിക്കിഷ്ടമാണ്. അദ്ദേഹം മാറുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ കൂടെ കൂടി ഖുർആൻ പഠിച്ച് ഇൽമ് പഠിച്ച് അദ്ദേഹം അവിടുത്തെ ഒരു വലിയ സാഹിദായി, പണ്ഡിതനായി, ഇബാദത്തുകളുമായി ജീവിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. ഇന്ന് ചരിത്ര പുസ്തകങ്ങളിൽ ആ പട്ടണത്തിലെ ആ മഹാപണ്ഡിതൻ്റെയും ആബിദിൻ്റെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാദാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കൊരു ഒരു 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 കാര്യത്തെ പല രൂപത്തിൽ നമുക്ക് സമീപിക്കാം. ഇപ്പം നമ്മുടെ അടുത്തുള്ള ആൾ കുടുംബത്തിൽ അല്ലെങ്കിൽ റോഡിൽ അങ്ങാടിയിലൊക്കെ നാട്ടിലൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് അവരെ അധിക്ഷേപിച്ച് ആക്ഷേപിച്ചിട്ടൊക്കെ സംസാരിക്കാം. അതിൻ്റെ അപ്പുറത്ത് ആളുകൾ നന്നാകണം, അവർക്കും ഞാൻ എത്തിയ ഈ അവസ്ഥയിലേക്ക് എത്തണം എന്നൊക്കെയുള്ള ഒരു നനവുള്ള മനസ്സിൻ്റെ ഉടമകളാകുമ്പോൾ നല്ല വാക്കുകൾ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ വാക്ക് മതിയാകും ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. തെറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളും ഭയങ്കര തെമ്മാടികളാകണം, കുറ്റക്കാരാകണം ഒന്നും വിചാരിച്ച് ചെയ്യുന്നൊന്നുമല്ല. സാഹചര്യങ്ങൾ കൊണ്ട് എത്തിപ്പെട്ട ആളുകളുണ്ടാകാം. പക്ഷെ നമ്മുടെ ഒരു കൈത്താങ്ങ് കൊണ്ട്, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട്, നമ്മുടെ ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട്, നമ്മുടെ ഒരു ചെറിയ സംസാരം കൊണ്ട് ഒക്കെ ഒരുപാട് ആളുകളെ നമ്മൾക്ക് ഇതിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സമീപനമായിരിക്കണം നമ്മുടെ അടുത്തുണ്ടാകേണ്ടത്. അതാദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ചേർന്ന് കിടക്കുന്നവരിൽ നിന്നാണ്. ഭാര്യ ഭർത്താവിനെക്കുറിച്ചും, ഭർത്താവ് ഭാര്യയെക്കുറിച്ചും, മക്കളെക്കുറിച്ചും, ഉപ്പയെക്കുറിച്ചും, ഉമ്മയെക്കുറിച്ചും ഒക്കെ അങ്ങനെ നാട്ടിൽ നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ ഒരു ആളുകളുടെ ഹൃദയത്തിൽ നനവുള്ള വാക്കുകൾ, നമ്മളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കുറേ കുത്തുവാക്കുകൾക്കപ്പുറത്ത് നമ്മളെക്കുറിച്ച് സന്തോഷത്തോടു കൂടെ ഓർക്കാൻ പറ്റുന്ന നല്ല നല്ല അനുഭവങ്ങളും വാക്കുകളും ഒക്കെ അവർക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം അതായിരിക്കും. അതുകൊണ്ട് ഈ ചരിത്രം വലിയ ഗുണപാഠമാണ് നമ്മൾക്ക് നൽകുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഒരു ചരിത്രം ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മളൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ കുറേ മനുഷ്യരെ നാളെ നമ്മൾക്കും ഇതുപോലെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.